YKSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബാക്കുവിലെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു മഡ് വോൾക്കാനോ ഉണ്ട്, അത് കാണാനായിട്ടാണ് പോകുന്നത്. നമ്മൾ ബാക്കുവിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസിയുടെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടല്ല. നമ്മൾ സ്വന്തം നിലയ്ക്കാണ് ബാക്കുവിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ നമുക്കൊരു കാർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന്. ആളൊരു ടാക്സി അല്ല, ആളിവിടെ പ്രൈവറ്റായിട്ട് ഇതുപോലുള്ള പാക്കേജുകൾ ഓടുന്ന ഒരാളാണ്. അപ്പോൾ ആളാണ് നമ്മുടെ കൂടെ വരുന്നത്. ബാക്കു സിറ്റിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തും കാണുന്ന ബിൽഡിങ്ങുകളിൽ പലതും നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. ആ ബിൽഡിങ്ങുകളിലെല്ലാം കൺസ്ട്രക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇംഗ്ലീഷ് ടച്ച് നമുക്ക് കാണാൻ പറ്റും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 28 മീറ്റർ താഴെയാണ് ബാക്കു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ക്യാപിറ്റൽ സിറ്റിയും ബാക്കുവാണ്. ബാക്കു സിറ്റി വിട്ട് ബാക്കുവിലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഇനിയും ഒരു അരമണിക്കൂർ കൂടെ ഓടിയാലാണ് നമ്മളവിടെ ചെല്ലുന്നത്. നമ്മൾ ഈ പോകുന്ന റോഡ് അസർബൈജാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കുള്ള റോഡ് കൂടിയാണ്. ഇതുവഴിയാണ് ഇവിടെ വരുന്ന വിദേശ നേതാക്കളും വിദേശ രാജാക്കന്മാരും എല്ലാം സഞ്ചരിക്കുന്നത് ഈ റോഡിലൂടെയാണ്. ഈ റോഡിന്റെ ഇരുവശത്തും കാണുന്നത് ചേരി പ്രദേശങ്ങളാണ്. ആ ചേരി പ്രദേശങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഈ മതിൽ കെട്ടിവെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിൽ കൂടെ നോക്കിയാൽ പലയിടത്തും കാണാൻ പറ്റും ആ ചേരി പ്രദേശങ്ങൾ. നമ്മൾ ഈ പോകുന്ന കാറിൽ നമുക്ക് മഡ് വോൾക്കാന സ്ഥിതി ചെയ്യുന്ന ആ മലയിലേക്ക് പോകാൻ പറ്റത്തില്ല. മഡ് വോൾക്കാന എത്തുന്നതിന് ഒരു 5 കിലോമീറ്റർ മുമ്പ് വരെ ഈ കാറ് പോകത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഒരു ഓഫ് റോഡ് വെഹിക്കിൾ എടുത്തിട്ട് വേണം നമ്മൾ മഡ് വോൾക്കാനയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ സിറ്റി എത്തി. ഷിബിയെ കുടിവെള്ളം മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ്. കുറേ നേരമായിട്ടും ഷിബിയെ കാണാഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ സാർ ഇവിടെ ഇരുന്ന് ഇതിൻ്റെയൊക്കെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുവാണ്. ഈ സാറിന് ഇതിൽ നിന്ന് ഏത് മേടിക്കണമെന്ന് അറിയത്തില്ല, അങ്ങനെ പരതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാനായിട്ട്. ഇനി അങ്ങോട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കടകളൊന്നുമില്ല. അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും എന്തായാലും പ്രതീക്ഷിച്ചില്ല. ഇത് റോഡ് ഇല്ല ഇവിടെ. നമ്മുടെ നാട്ടിലുള്ള ഫിയറ്റ് കാറിനെ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ഷേപ്പിലുള്ള ഒരു റഷ്യൻ വണ്ടിയാണ് ഈ വരുന്നത്. ഇവിടെ ഒരുമാതിരിപ്പെട്ട ഓഫ് റോഡും അല്ലെങ്കിൽ അതുപോലെ റഫ് ആയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ ഒരു കാറാണ്. ബാക്കുവിൻ്റെ ഏത് റോട്ടിലും ഈ കാറ് കാണാൻ പറ്റും നമുക്ക്. ഒടുവിൽ നമ്മൾ ആ വോൾക്കാനോയുടെ അടുത്തെത്തി. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വോൾക്കാനോ. ഇതിപ്പോഴും ആക്റ്റീവാണ്. ഈ വോൾക്കാനോയിൽ നിന്ന് വരുന്ന ചെളി നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ഓയിൽ ഫീല് അതിനകത്തുണ്ട്. ഇവർ പറയുന്ന ഇതിൽ എന്തൊക്കെയോ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തും മുഖത്തും ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ഉള്ള ചുളിവുകൾ മാറുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്കത് അറിയത്തില്ല. നമ്മളെന്തായാലും തേക്കാനും ഉദ്ദേശമില്ല. ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. കൊറിയറായിട്ട് അയച്ചു തരും. ചെളിയില്ലാത്തവർക്ക് തലയ്ക്കകത്ത് ചെളിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതുവരെ ഉള്ള നിങ്ങളുടെ ചെളിയിൽ നീ എന്ത് ഇടക്കിടക്ക് പുറകിലോട്ട് തിരിഞ്ഞു കൂടുതൽ പൊങ്ങുന്നുണ്ടോ ഇല്ലയോ, ഫ്രഷ് ആയിട്ടുള്ള ചെളി കിട്ടുമോ ഇല്ലയോ. നമ്മളുടെ കൂടെ വന്ന മുഹമ്മദ് പറഞ്ഞത് ഈ വോൾക്കാനോയിൽ എല്ലായിടത്തും ഗ്യാസിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആളവിടെ ലൈറ്റർ കത്തിച്ച് നമ്മളെ കാണിച്ച്, ശരിയാണ്, അവിടെ തീ കത്തുന്നുണ്ട്. മഡ് വോൾക്കാനോ എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ചെറിയ ചെറിയ വോൾക്കാനോകൾ ഇവിടെ ഉണ്ട്. വോൾക്കാനോയും ചുറ്റുമുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ബാക്കുവിലെ തന്നെ അടുത്ത സ്ഥലത്ത് പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.